വെൽക്കം ഓൾ ടു ആർമി ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ള ഡിഷ് ക്യാരറ്റ് ഹൽവ. ഇതെങ്ങനെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഗ്രേറ്റഡ് ക്യാരറ്റ്, ഹോൾ മിൽക്ക്, ബ്രൗൺ ഷുഗർ, കാർഡമം പൗഡർ, സോൾട്ട്, ഗീ, പിന്നെ നിങ്ങൾക്ക് വേണ്ട നട്ട്സ്. അത്രയേ ഉള്ളൂ. ടോട്ടലായിട്ട് എടുത്തിട്ടുള്ള 3 കപ്സ് മിൽക്കിൽ നിന്ന് 1.5 കപ്പ് മിൽക്ക് മാത്രം എടുത്തിട്ട് ബോയിൽ ചെയ്യണം ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ പത വരുന്ന സമയത്ത് ഇതിൽ ഡയറക്റ്റായിട്ട് വിനീഗറോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത വിനീഗറോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റ് തന്നെ ചിലപ്പോൾ മാറിപ്പോകും. ഇതുപോലെ ചീസ് സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇതിൽ ആഡ് ചെയ്ത് ആ സ്റ്റേജിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചീസിനെ സീവ് ചെയ്ത് തനിയെ എടുത്തു വെച്ചേക്കണം. എന്നിട്ട് ഒരു വൈഡ് ഹെവി ബോട്ടം പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഹീറ്റായി കഴിഞ്ഞാൽ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് സോട്ടേ ചെയ്ത് തനിയെ എടുത്ത് വെച്ചേക്കണം. ഇനിയിപ്പം ഗ്രേറ്റഡ് ക്യാരറ്റും അതേ പാത്രത്തിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ 3 to 5 മിനിറ്റ്സിൽ കളർ മാറി കിട്ടും. ആ സ്റ്റേജിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റ് ഹൽവ വളരെ എളുപ്പത്തിൽ കുക്കായി കിട്ടും. ക്യാരറ്റ് കറക്റ്റായ കൺസിസ്റ്റൻസിയിലും ഉണ്ടാകും. ഇനിയിപ്പം ഇത് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്കാകട്ടെ. അപ്പം ഒരു 5 to 10 മിനിറ്റ്സ് വൺസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് 20 മിനിറ്റ്സിൽ എവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട സ്റ്റേജായി. ഞാനിവിടെ 3/4 കപ്സ് ഓഫ് ഷുഗറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ 1 കപ്പ് ഓഫ് ക്യാരറ്റിന് 1/4 കപ്പ് ഷുഗർ എന്നാണ് നിങ്ങൾ റേഷ്യോ എടുക്കേണ്ടത്. അപ്പം അതനുസരിച്ച് നിങ്ങൾ എത്ര എടുക്കുന്നോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് തന്നെ നിന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് എവോപ്പറേറ്റ് ആയി കിട്ടും. ആൻഡ് ഇതുപോലെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുമ്പം വളരെ ടേസ്റ്റ് എൻഹാൻസ് ആകും. പിന്നെ ഇനിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് വന്ന് ബിഗർ ഹോളിൽ ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ അടുത്തുള്ള ഗ്രേറ്ററിൽ ഇപ്പം 2 ഹോൾസ് ഉണ്ട്. അപ്പം ഞാൻ ഈ വലിയ ഹോളിലാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരറ്റ്. അതുപോലെ ചെയ്യുമ്പോൾ ക്യാരറ്റ് തീരെ അടിഞ്ഞു പോകാതെ കറക്റ്റായ സ്റ്റേജിൽ കിട്ടും. പിന്നെ ഏതൊരു സ്വീറ്റ് ഡിഷിലും 2 pinch ഓഫ് സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം തനിയെ എടുത്ത് വെച്ചിട്ടുള്ള ആ ചീസും ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് പിഞ്ച് ഓഫ് കാർഡമം പൗഡറും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് നമ്മൾ സോട്ടേ ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ആഡ് ചെയ്താൽ ഈ ക്യാരറ്റ് ഹൽവ റെഡിയായി കിട്ടി. അപ്പം ഇതിന് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 30 മിനിറ്റ്സേ ഉള്ളൂ. സ്വതവേ ക്യാരറ്റ് ഹൽവ വളരെ കൂടുതൽ സമയമെടുക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് സെർവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ആർമി ചാനൽ ഫ്രണ്ട്സ്.